ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കിഡ്സ് കോർണർ മലയാളം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ മൈൻഡ് ബൂസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് അടിപൊളി ഗെയിമായിട്ടാണ്. ഗെയിം എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് അവരുടെ കുറച്ച് ടൈം ഇതിലൊന്ന് സ്പെൻഡ് ചെയ്യിപ്പിക്കാം. ഒപ്പം തന്നെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും പിന്നെ അവർക്ക് വേർഡ് ഫോർമേഷൻ പിന്നെ സ്പെല്ലിങ്സ് അതിൻ്റെയൊക്കെ ഒരു അടിപൊളി ഐഡിയ കിട്ടാനും ഗെയിമാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മുടെ കുട്ടികൾ എപ്പോഴും കുറേ പാരൻസ് പറയാറ് ഒതുങ്ങിയിരിക്കില്ല, ഇപ്പോൾ സൺഡേ സാറ്റർഡേ ആണെന്ന് വെച്ചാൽ ഭയങ്കര ഇതാണ്, സ്കൂളുള്ള ദിവസങ്ങളാണ് നല്ലത്, അതാകുമ്പോൾ സ്കൂളിലേക്ക് വിടാലോ അങ്ങനെയൊക്കെ പറയണ പാരൻസ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ കുട്ടികളെ നമുക്ക് ഇങ്ങനത്തെ ഗെയിംസൊക്കെ കൊടുക്കുമ്പോൾ അവർ ഒതുങ്ങിയിരുന്നോളും. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ ചെറിയൊരു കാര്യമായിട്ട് തോന്നും, പക്ഷെ ഇത് വളരെ യൂസ്ഫുള്ളാണ് ചെറിയ കുട്ടികൾക്ക്. പിന്നെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും വളരെ നല്ലതാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ എന്ത് ചെയ്തിരിക്കുന്നു വെച്ചാൽ ചുമ്മാ ഒരു ബലൂൺ വരച്ചിട്ടുണ്ട്. നന്നായിട്ട് ഡ്രോയിങ് ചെയ്യാനൊക്കെ അറിയുന്നവർ നല്ല അടിപൊളി പിക്ചേഴ്സൊക്കെ വരച്ചു കൊടുക്കുക കുട്ടികൾക്ക്. ഇതിൽ ഞാൻ കുറച്ച് ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. അതായത് 2 ലെറ്റർ വേർഡ്സും ഫോം ചെയ്യണം, 3 ലെറ്റർ വേർഡ്സും ഫോം ചെയ്യണം. അപ്പോൾ അതിനെ ഫോം ചെയ്യുന്ന രീതിയിൽ നമ്മൾ ലെറ്റേഴ്സ് ഇതിൽ എഴുതുക. ഇപ്പോൾ നോക്കിക്കേ, 2 ലെറ്റർ വേർഡ്സ് AT, at, AS, as, ഇതേപോലെ. അതുപോലെ 3 ലെറ്റർ വേർഡ് RAT, rat, MAT, mat, CAT, cat, ഇതേപോലെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ചെറിയ ചെറിയ വേർഡ്സ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ലെറ്റേഴ്സ് ഇതിൽ ഷഫിൾ ചെയ്തിട്ട് എഴുതി കൊടുക്കുക. എന്നിട്ട് അവരോട് 2 ലെറ്റർ വേർഡ്സും 3 ലെറ്റർ വേർഡ്സും 2 സൈഡിലായിട്ട് എഴുതാനായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ അവരിങ്ങനെ നോക്കി 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 ഇങ്ങനെ കണ്ടുപിടിച്ച് അങ്ങനെ എഴുതി വരും. അപ്പോൾ അവർക്ക് കുറേ ടൈം അതിൽ സ്പെൻഡ് ചെയ്യും. അതുപോലെ നല്ല ഒരു ബ്രെയിൻ ബൂസ്റ്ററാണ്. അത് ഒരുപാട് ഇതായിട്ട് അവർ കണക്ട് ചെയ്യും. AP അങ്ങനെ, ഇപ്പോൾ AR, RA, അപ്പോൾ അതൊക്കെ മീനിങ് ആയത് മാത്രം എഴുതാനായിട്ട് പറയും. അപ്പോൾ അവർ ഇതിപ്പോൾ 2 ലെറ്റർ വേർഡ്സ് ഇതിൽ ഏതൊക്കെയാണ്? AS, as, at, ഇങ്ങനെ. 3 ലെറ്റർ വേർഡ്സ് rat, mat, cat, അതുപോലെ DOG, dog, ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറയാം. എന്നിട്ട് അവരിത് ചെയ്യുന്നു വെച്ചാൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുക. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം, ഇപ്പോൾ അവർക്ക് പെൻസിലോ, പുതിയൊരു പെൻസിൽ അല്ലെങ്കിൽ പുതിയൊരു ഷാർപ്പനർ, അങ്ങനെ നമ്മൾ എന്തെങ്കിലും മേടിച്ച് വെച്ചിട്ടുണ്ടാവില്ല, പഠിക്കേണ്ട എന്തെങ്കിലും സാധനങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഇത് ചെയ്യാനായിട്ടും ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കും. പിന്നെ അവർക്ക് വളരെ ഇത് നല്ലതാണ്. ഓക്കെ, ഇനി അടുത്ത ഗെയിം എന്ന് പറയുന്നത് ഞാനിവിടെ ഡോട്ട്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു സ്കെയിലും അതുപോലെ സ്കെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഡോട്ട്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതേപോലെ അവർക്ക് ഒരു പേപ്പറിൽ കൊടുക്കുക. എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട പിക്ചർ ഇതിൽ ഫോം ചെയ്യാൻ പറയാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും വരച്ചിട്ട് ഒരു പിക്ചർ, അവരുടെ മൈൻഡിലുള്ള പിക്ചർ വരയ്ക്കാനായിട്ട് ഇതിൽ കൊടുക്കുക. അപ്പോൾ അവരിങ്ങനെ കുറേ ആലോചിക്കും, ഇങ്ങനെ യോജിപ്പിച്ചിട്ട് എന്താ വരയ്ക്കുക. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ കൈ, അതായത് മനസ്സ് അതെങ്ങനെയാണോ അതുപോലെ അവർ ചെയ്തോളും. അപ്പോൾ കുറേ നേരം അവരുടെ കുറേ നേരം അങ്ങ് സ്പെൻഡ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾക്കിപ്പോൾ അവർ എന്താ വരയ്ക്കാമെന്ന് കിട്ടില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ വീട് വരയ്ക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലൂ കൊടുക്കുക അവർക്ക്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് അപ്പോൾ അവരിങ്ങനെ വീട് വരയ്ക്കാനായിട്ടൊക്കെ ശ്രമിക്കും. അപ്പോൾ തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ ഈ കളറിങ് ബുക്ക് ഉണ്ടാവില്ല, കളർ ചെയ്യാനുള്ള, അതിൽ വീടിൻ്റെയൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുമെന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ കൊടുക്കുക. ഇപ്പോൾ വീട് വരയ്ക്കാനായിട്ട് പറയുമ്പോൾ ഇങ്ങനെ കുഞ്ഞെന്തെങ്കിലും അവർക്ക് പറ്റുന്ന രീതിയിൽ അവരോട് ചെയ്യാനായിട്ട് പറയും. ഓക്കെ, ഇതേപോലെ കുഞ്ഞെന്തെങ്കിലും പിക്ചേഴ്സ് വരയ്ക്കാൻ പറയും. അങ്ങനെ ഇതും നല്ലൊരു ഗെയിമാണ്, കുട്ടികളുടെ മൈൻഡ് ഷാർപ്പ് ആവാനും പിന്നെ അവരുടെ തിങ്കിങ്സ് അടിപൊളിയാവാനും, നല്ല നല്ല തിങ്കിങ്സും എങ്ങനെയൊക്കെ വരയ്ക്കണം എന്നൊക്കെയുള്ള ഐഡിയാസ് അവർ ആലോചിച്ച് കണ്ടുപിടിക്കും. പിന്നെ കുറേ നേരം ഇതിൽ സ്പെൻഡ് ചെയ്യിപ്പിക്കാൻ സാധിക്കും.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ 2 ഗെയിമാണിന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇതുപോലെ അവരുടെ ഒഴിവുള്ള ടൈമിൽ ഇതുപോലത്തെ ഗെയിംസൊക്കെ കൊടുക്കുക, അതിനെ ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് ഇരുത്തുക. അപ്പോൾ കുട്ടികൾക്ക് വളരെ നല്ലതായിരിക്കും. അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ആയാലും പിന്നെ അവരുടെ ടൈം നല്ല കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. പിന്നെ വീട്ടിലിങ്ങനെ അത് വലിച്ചിട്ടും ഇത് വലിച്ചിട്ടും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഒഴിവാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, കുറച്ചെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.